Hi dears, welcome to AGS B.Ed classes. Contemporary India and Education എന്ന കോഴ്സിലെ B.Ed ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് കണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ. അതിലെ സെക്കൻഡ് യൂണിറ്റിലെ അതായത് ഫോർത്ത് ലെസൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യനെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എന്ത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഉണ്ട്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നാനാത്വം അല്ലെ? ഒരുപാട് തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. പല ഭാഷ, വേഷം, കാസ്റ്റ്, റേസ്, ലാംഗ്വേജ് അല്ലെ? പല രീതിയിലുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ പക്ഷെ അവരെല്ലാം യുണൈറ്റഡ് ആണ് ഒരു കോൺഷ്യസ്നെസ്സിന് മുമ്പിൽ. എന്താണ് ആ കോൺഷ്യസ്നെസ്? വി ആർ ഇന്ത്യൻസ് അല്ലെ? അപ്പൊ എഡ്യൂക്കേഷനിലും ഇതുപോലെ ഒരു കോൺഷ്യസ്നെസ് വേണം. ഈ യൂണിറ്റ് കൊണ്ടുവരാനായിട്ട് എഡ്യൂക്കേഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി. എന്താണ് ഈ സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? മീനിങ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി: those who live in a society with a particular culture differ among themselves in various ways. അല്ലെ? ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ പലതരത്തിലാവാം, പല രീതിയിൽ പലതരത്തിലാവാം. ഓക്കെ, എന്തിന്റെയൊക്കെ ബേസിലാവാത്? കാസ്റ്റ്, റിലിജിയൻ, റേസ്, ലാംഗ്വേജ്, റീജിയൻ അല്ലെ? നമ്മളിപ്പോ നമ്മുടെ ടൗൺ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവിടെ പല റിലിജിയനിലുള്ള ആളുകൾ ഉണ്ടാവും, പല കാസ്റ്റിലുള്ള ആളുകൾ ഉണ്ടാവും, പല റേസ് അല്ലെ? അതായത് വർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് കളറിന്റെ ബേസിലോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയാ പ്രാദേശികപരമായോ. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ലാംഗ്വേജ് അല്ലെ? ഭാഷ, ബംഗാളികളുണ്ട്, തമിഴന്മാരുണ്ട്, അങ്ങനെ പല 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 ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ദയർ റീജിയൻ they are different. Like class, different class ഉണ്ട്. ക്ലാസ് പറഞ്ഞു വെച്ചാല് സോഷ്യൽ ക്ലാസ്സസ് എന്ന് വെച്ചാൽ ഇക്കണോമിക് ക്ലാസ് ഉണ്ട്, ഒക്കുപേഷൻ, പല പല ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അതാണ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി അക്കോർഡിംഗ് ടു ബാർക്കർ, who defined social diversity in the year 2003 as diversity means variety or the opposite of homogeneity. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? വെറൈറ്റി. ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെയുള്ള ആളുകൾ അല്ലെ? ഡൈവേഴ്സിറ്റി പറഞ്ഞു വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള. സോ ഡൈവേഴ്സിറ്റി ഈസ് ഓപ്പോസിറ്റ് ടു homogeneity. In social organizations, the diversity usually refers to the range to the personnel who more accurately represent minority populations of people from varied background, culture, ethnicities and viewpoints. അല്ലെ? അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റിയാണ് ഇന്ന് നിലനിൽക്കുന്നത്? പേഴ്സണൽ ഹു മോർ ആക്യുറേറ്റ്ലി റിപ്രസെന്റ്, പല ആളുകള് പല കാര്യങ്ങളാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെ? മൈനോറിറ്റി പോപ്പുലേഷൻ ഉണ്ടാവാം, മെജോറിറ്റി പോപ്പുലേഷൻ ഉണ്ടാവാം, പിന്നെ അതുപോലെ തന്നെ പല ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന സോഷ്യൽ, ഇക്കണോമിക്, കാസ്റ്റ്, ക്രീഡ് അല്ലെ? കളർ, പല രീതിയിലുള്ള ആളുകൾ ഉണ്ടാവാം. കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം കേരള കൾച്ചർ, ബട്ട് ദേ ആർ ലിവിങ് ടുഗെദർ in a city. Okay, that's great. And their food is also very different from ours. Okay, then ethnicities അല്ലെ? അതായത് കുറെ എത്നിസിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഒറിജിൻ, പല രീതിയിൽ ഉള്ള ആളുകൾ അല്ലെ ഉണ്ടാവാം. ആൻഡ് വ്യൂ പോയിന്റ്സ്, ഇനിയിപ്പൊ അതൊക്കെ ഒന്നാണെങ്കിലും പല കാഴ്ചപ്പാടാണ് അല്ലെ? ഒരു വീട്ടിൽ തന്നെ ഇതുപോലെ പല വ്യൂ പോയിന്റ്സ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. 3 bases of social diversity. എന്തൊക്കെയാണ് ആ 3 bases? Each individual is unique അല്ലെ? നമ്മൾ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ തന്നെ ഒരു അച്ഛന്റെ അമ്മയുടെയും ട്വിൻസ് ആണെങ്കിൽ പോലും 2 രീതിയിലുള്ള സ്വഭാവമായിരിക്കും. ദാറ്റ് ഈസ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് യുണീക്, ദാറ്റ് ഈസ് ഡൈവേഴ്സ്. ദെൻ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റീസ് ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ്. നമുക്കറിയാം, സൊസൈറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലും പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ? നമുക്ക് മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരും പരസ്പരം കണക്റ്റഡ് ആണ്. അവർ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സൊസൈറ്റി ആൻഡ് കൾച്ചർ ആർ ഡൈനാമിക്. സൊസൈറ്റിയും കൾച്ചറും ഒക്കെ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും. മേ ബി ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നു, ബ്രിട്ടീഷുകാർ വന്നപ്പോ അവരുടെ കൾച്ചറിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തു അല്ലെ? അപ്പൊ അവർ കൾച്ചർ ഈസ് ഡൈനാമിക്, ഇറ്റ്സ് ചേഞ്ചിങ്. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി: സോഷ്യൽ റേസസ് അല്ലെ?
അതായത് പലതരത്തിലുള്ള റേസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ലാംഗ്വേജ് ഡിഫറൻസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിഫറൻസ് ഉണ്ട്, റീജിയണൽ ഡിഫറൻസ് ഉണ്ട് ആളുകൾ തമ്മിൽ സൊസൈറ്റിയിൽ, ജെൻഡർ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ ഏജ് പറഞ്ഞു വെച്ചാൽ നമ്മുടെ മുതിർന്ന ആളുകൾക്ക് ഒരു പക്ഷേ താഴ്ന്ന ഇൻ ദ സെൻസ് ഇൻ ദ കേസ് ഓഫ് ഏജ്. ഓക്കെ, അപ്പം ന്യൂജൻ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ് ന്യൂജൻ അല്ലെ. അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയും. സോ ഏജ് ഡിഫറൻസ് ഈസ് ഓൾസോ ദെയർ, ദെൻ റീജിയൻ ഡിഫറൻസ് ഈസ് ദെയർ, ദാറ്റ് ഇസ് റിലിജിയൻ ഡിഫറൻസ് ഈസ് ദെയർ, അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസ് അല്ലെ. എല്ലാവരും ഒരുപോലെയല്ല അല്ലെ, എല്ലാവരും ഒരേപോലെ പഠിക്കുന്ന ആൾക്കാരാ. ചില ആളുകൾ എന്താണ് നല്ല രീതിയിൽ പഠിക്കുന്നവർ, PhD ഒക്കെ നേടിയ ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ. അറ്റ് ദ സെയിം ടൈം കുറച്ച് ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരിക്കും, ഒട്ടും ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ഹൈ ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയാ ഹൈ ഒഫീഷ്യൽസ്, കളക്ടേഴ്സ് ആർ ദെയർ ഇൻ അവർ സൊസൈറ്റി, അല്ലെങ്കിൽ ഹൈ IAS ഒഫീഷ്യൽസ്, പോലീസ് ഓഫീസേഴ്സ് ആർ ദെയർ. മറ്റ് എന്താണ് ഒട്ടും ജോലിയില്ലാതെ കൂലിപ്പണി മോശമാണെന്നല്ല, ഇപ്പൊ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന പണിയാണ്. പക്ഷെ എന്താ പറയാ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ലേബറേഴ്സിനെ തിരിക്കുമ്പോൾ, ലേബറിന്റെ കാര്യത്തിൽ തിരിക്കുമ്പോൾ ഏറ്റവും താഴെ നിൽക്കുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ദെൻ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ കാലത്തിലും എന്താണ് പീപ്പിൾ ആർ ഡിഫറെന്റ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി, മൾട്ടി ലിംഗ്വൽ അല്ലെ, ഒരുപാട് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാര്. നമുക്കറിയാം 18 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജസ്, ഭരണഘടന അംഗീകരിച്ചത് 18 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണെങ്കിലും 3000 ഡയലക്ട്സ് ആണ്. ഡയലക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, അതായത് ദ ജിയോഗ്രഫിക്കൽ വെറൈറ്റി ഓഫ് എ സിംഗിൾ ലാംഗ്വേജ്. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മള് മലപ്പുറത്തുള്ള ആളുകൾ മലയാളമാണ് പറയുന്നതെങ്കിലും അതുപോലെ ആവില്ല കോഴിക്കോടുള്ള ആളുകൾ മലയാളം പറയുന്നത് അല്ലെ, അതുപോലെയല്ല തൃശ്ശൂർ, അതുപോലെയല്ല കാസർഗോഡ്. എൻറ്റയർലി ഡിഫറെന്റ് വെറൈറ്റീസ് ആർ ദെയർ ഫോർ എ സിംഗിൾ ലാംഗ്വേജ്, റൈറ്റ്? സോ അതാണ് ഡയലക്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3000 ഡയലക്ട്സ് ആർ ദെയർ. ഹിന്ദി എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഭാഷയാണ്, പക്ഷെ ഹിന്ദി ഈസ് ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് അല്ലെ. ഓക്കെ, അപ്പം എന്താണ് മുംബൈയിൽ പറയുന്നത് മറാത്തി ആണെങ്കിൽ അവർ ഹിന്ദിയാണെന്നാ പറയാം. അവർ ഹിന്ദി പറയും, പക്ഷെ അത് എന്താണ് എവിടെ ഗുജറാത്തിയാണ്, പക്ഷെ അവരും ഹിന്ദിയാണെന്നാ സംസാരിക്കുന്നത് അല്ലെ. ഒക്കെ ഹിന്ദി കൂട്ടിയിട്ടാണ് അവർ സംസാരിക്കുക. അപ്പൊ ഒക്കെ ഡയലക്റ്റ് ആണ്, ഡിഫറെന്റ് ഡയലക്ട്സ് ആർ ദെയർ. ദെൻ മൾട്ടി റിലീജിയസ് അല്ലെ, ഒരുപാട് റിലിജിയൻസ് ആർ ദെയർ. ഹിന്ദുയിസം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധിസം, ജൈനിസം എക്സെട്ര. A lot of religions are there in our society. Different economic classes അല്ലെ, അപ്പർ മിഡിൽ ലോവർ ഇക്കണോമിക് ക്ലാസ്സസ് അല്ലെ. പൈസയുടെ ബേസിൽ ഇങ്ങനെ ഒരു വേർതിരിവുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഡിഫറെന്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിരുളാസ്, ടോഗാസ്, ഗോൺസ്. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ തന്നെ കുറെ പേരുണ്ടല്ലോ. അപ്പൊ വയനാടൊക്കെ കുറെ ട്രൈബൽ പീപ്പിൾ ഉണ്ട്. അതുപോലെ നിലമ്പൂരുള്ള കുറിച്യർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രൈബൽ പീപ്പിളിനെയൊക്കെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. റേഷ്യൽ ഗ്രൂപ്പ്സ് ആർ ഓൾസോ ദെയർ. എന്താ റേസ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള ആളുകളാണ് ദ്രാവിഡിയൻസ്, ബാക്കിയുള്ള ആളുകളൊക്കെ വന്നതാണ്. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ദ്രാവിഡിയൻസ് ആണെന്നാണ് പറയുന്നത്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആര്യൻസ് അല്ലെ. പിന്നെ മംഗോൾസ് ഉണ്ട്, അതായത് നോർത്ത് ഈസ്റ്റ് പാർട്ടിൽ മംഗോൾസ് ആണ് ഉള്ളത്. ഡിഫറെന്റ് റേസ് ഗ്രൂപ്പ്സ് ആർ ഓൾസോ ദെയർ ഇൻ ഇന്ത്യ. പിന്നെ അതുപോലെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, പല എന്താ പറയാ സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ്. അപ്പൊ തമിഴ്നാട്, കേരളം ഒക്കെ അടുത്തടുത്താണ് കിടക്കുന്നതെങ്കിലും കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ലെവൽസ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി, പല ലെവലിലായിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി അല്ലെ, ഒരു ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത്, വ്യൂ പോയിന്റ്സ് ആർ ഡിഫറെന്റ്. റീജിയണൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി, ഓരോ റീജിയനും അതായത് ഓരോ സ്റ്റേറ്റിനും. ഇപ്പൊ നമുക്കിപ്പോ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് ഉള്ള കുറെ ആഘോഷങ്ങൾ ഉണ്ടാവും, കുറെ ആചാരങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ റീജിയണൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദെയർ. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽ, അതായത് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഓരോ പറഞ്ഞ സംസ്ഥാനങ്ങളും ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ആളുകളും ഗ്രൂപ്പ് ഓഫ് പീപ്പിളും ഡിഫറെന്റ് ആണ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ റിലിജിയൻ അല്ലെ. റിലിജിയന്റെ കാര്യത്തിലും പല തരത്തിലുള്ള റിലീജിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിലും വി ആർ ഡിഫറെന്റ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് കാസ്റ്റ് ലെവൽ, ഈ ഒരു റിലിജിയൻ തന്നെ എത്ര കാസ്റ്റ് ആയിട്ടൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇൻ ദി കേസ് ഓഫ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി ഈസ് ദെയർ, സോഷ്യൽ ഡൈവേഴ്സിറ്റി ഈസ് ദെയർ. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് ട്രൈബൽ ലെവൽ അല്ലെ. ഈ ട്രൈബൽ അതായത്
ഇപ്പൊ നമ്മള് മറ്റുള്ള ആളുകൾ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറിച്യരും ഇരുളരും എന്നൊക്കെ പറയുന്നത് ഒരു ട്രൈബൽ പീപ്പിൾ ആണെന്ന്. നമ്മളും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. അതായത് നമ്മുടെ റേസ്, അതായത് പണ്ട് ദ്രവീഡിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടാണ് നമ്മൾ വന്നത്. ആ ഒരു ട്രൈബായിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമ്മളും ഡെവലപ്പായി വന്നത്. അപ്പൊ അതിന്റെ കേസിലും നമ്മൾ എന്താണ്, ഡിഫറെന്റ് ആണ്. ഇൻഡിവിജ്വൽ ലെവൽ ഓഫ് ഡൈവേഴ്സിറ്റി. ഇനി എങ്ങനെ ഒരാളുടെ, അതിലെ ഫസ്റ്റ് വൺ ആയിരുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണത്? വിസിബിൾ ഐഡന്റിറ്റീസ് ലൈക്ക് ഹൈറ്റ്, വെയിറ്റ്, ഹെയർ, സ്കിൻ കളർ എറ്റ്സെട്ര. അല്ലെ, എല്ലാവരും ഒരേ ഹൈറ്റ് ആണോ ഉള്ളത്? അല്ലെ, ഒരു വീട്ടിൽ തന്നെ പല ഹൈറ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും. വെയിറ്റിന്റെ കാര്യത്തിൽ ഡിഫറെന്റ് ആണ്. ഹെയർ, സ്കിൻ, കളർ, അല്ലെ, എഡ്യൂക്കേഷൻ, പലതും എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഈസ് ദയർ. 2 dimensions ഓഫ് ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി. എന്തൊക്കെയാ അത്? സെൽഫ് കോൺസെപ്റ്റ്, സോഷ്യൽ റിലേഷൻഷിപ്പ്. നമ്മൾ സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും സെൽഫ്, അല്ലെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹൈറ്റ്, വെയിറ്റ്, അല്ലെ, ഈ 2 ഡയമെൻഷനിലും ഇൻഡിവിജ്വൽസ് ആർ ഡിഫറെന്റ്. അണ്ടർസ്റ്റാൻഡിങ് വൺ സോഷ്യൽ ഹെറിറ്റേജ് ആൻഡ് അക്കോർഡിംഗ്ലി ഷേപ്പ് വൺസ് ബിഹേവിയർ. അല്ലെ, ഒരാളുടെ ഹെറിറ്റേജിനനുസരിച്ചിട്ട്, ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ അയാൾ വളർന്നു വന്ന ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് അയാളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്സ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. ഇനി സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാള് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉണ്ടാക്കി എടുക്കുന്നു. അയാളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ദാറ്റ് ഈസ് സെൽഫ് കോൺസെപ്റ്റ്, അല്ലെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then individual levels of social diversity may manifest in several forms, like level of educational achievement, economic status, political power. ഇപ്പൊ നിങ്ങൾ തന്നെ പണ്ട് ഇപ്പൊ നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾ പല രീതിയിലായിരിക്കും ഇപ്പൊ ഉണ്ടാവുക. ഇൻഡിവിജ്വൽ, അല്ലെ, ജോബ് ഡിഫറെന്റ് ആയിരിക്കും, പഠിച്ചത് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ, അവരുടെ ഇക്കണോമിക് സ്റ്റേറ്റസ് ഡിഫറെന്റ് ആയിരിക്കും. പൊളിറ്റിക്കൽ പവർ വിൽ ഓൾസോ ബി ഡിഫറെന്റ്. ഇപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ ഇലക്ടഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ ആർ മോർ പൊളിറ്റിക്കലി പവർഫുൾ, അല്ലെ. അപ്പൊ പല രീതിയിലും ആളുകൾ ഡിഫറെന്റ് ആണ്. റീജിയണൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി. ഇനി എന്താണ് ഈ റീജിയണൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി? റീജിയണൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള. there may have similar language, culture, facilities, religion, etc. അല്ലെ, ചിലപ്പോ എന്താണ്, കൾച്ചറും ഫെസിലിറ്റികളും റിലിജിയനും ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പൊ ചില റീജിയനിലൊക്കെ ഒരേ റിലിജിയൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ സെയിം അവർക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റുള്ളവരിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഓൾ റീജിയൻസ് ആർ നോട്ട് ഈക്വലി ഫെർട്ടൈൽ, റിച്ച് വിത്ത് റിസോഴ്സ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് രാജസ്ഥാനിലുള്ള ഒരു ഭൂപ്രകൃതി ഒന്നും അല്ല കേരളത്തിലുള്ളത്, അല്ലെ, അതുപോലെയല്ല നോർത്ത് ഈസ്റ്റിലുള്ളത്. entirely different regional diversity is there in India. പിന്നെ അതുപോലെ കശ്മീരിലുള്ള പോലെയല്ല രാജസ്ഥാനിലുള്ളത്, അല്ലെ. എന്ത് ചൂടാണ് രാജസ്ഥാനിൽ, കശ്മീരിലാണെങ്കിൽ ഭയങ്കര തണുപ്പ്. സോ a lot of differences are there. Difference in lifestyle and standard of living, sentiments, national interests, അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത രീതി, സെന്റിമെന്റ്സ്, ഇമോഷൻസ് ആർ ഓൾസോ ഡിഫറെന്റ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഓരോ റീജിയൻ വെച്ചിട്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. ആൻഡ് നേഷണൽ ഇൻട്രസ്റ്റ്, അല്ലെ. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ദേശത്തിനോടുള്ള ആ ഒരു രീതി, അപ്രോച്ച്, അല്ലെ, നമ്മുടെ കോൺഷ്യസ്നെസ് ഈസ് ഡിഫറെന്റ്. Then desirable effect of regional level society diversity, promoting a sense of unity. ഇപ്പൊ നമ്മള് റീജിയൻ, ഇപ്പൊ നമ്മൾ പ്രാദേശികത്വം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ there won't be any unity as a nation. അപ്പൊ അതുകൊണ്ട് നമ്മൾ we should have to promote a sense of unity as we are Indians, finding solutions for the problem among them. അപ്പൊ ഇങ്ങനെ രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ we should have to solve it. No dispute or agitation arise. അതായത് അജിറ്റേഷനോ അല്ലെങ്കിൽ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എതിർപ്പുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി വിൽ ബി സ്ട്രോങ്ങർ, there won't be any unity at all. All people act together. എല്ലാവരും എന്ത് ചെയ്യണം? ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് we should have to build a developed or a very beautiful nation. അൺഡിസൈറബിൾ എഫക്ട്സ് എന്തൊക്കെയാണ്? ഇങ്ങനെ റീജിയണൽ ആയിട്ട് നമ്മൾ കാണുന്ന കുറെ ചീത്ത സ്വഭാവങ്ങളുണ്ട് ആളുകൾക്ക്. മേ കൺസിഡർ അതർ റീജിയൻ ആസ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഹേറ്റ് ദം. നമുക്കൊക്കെ ഉണ്ട്, നമ്മൾ ഇങ്ങനെ പറയും പുറത്തുനിന്ന് വന്ന ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല,
അങ്ങനത്തെ കുറെ ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പം അവരെ ഹെയ്റ്റ് ചെയ്യുക, അത് അൺഡിസൈറബിൾ ഇഫക്റ്റ് ആണ്. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദി യൂണിറ്റി ഓഫ് അവർ നേഷൻ ആൻഡ് ദ പ്രോബ്ലം ഓഫ് അതർ റീജിയൻ മെ നോട്ട് ബി ടേക്കൺ സീരിയസ്ലി. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പലസ്തീനിലെ ഇഷ്യൂവിനൊക്കെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചില ആളുകൾ പറയും പലസ്തീനിലല്ലേ, ഇവിടെ അല്ലല്ലോ. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ടു അസ്, ഓക്കെ, ഇറ്റ് വോണ്ട് എഫക്ട് മീ ഒക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. വി ആർ ഓൾ പീപ്പിൾ, വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഈ പലസ്തീനിലേക്കൊന്നും പോണ്ട. ഇപ്പൊ നമ്മുടെ മണിപ്പൂരിലൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോഴും പല ആളുകൾ അതിനെ പറ്റി അറിഞ്ഞിട്ടെന്നല്ല, ബോധേഡ് തന്നെ അല്ല, അല്ലെ? അപ്പൊ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ആളുകള് ഇതുപോലെ ദേ ആർ നോട്ട് ബോധേഡ്, ഓക്കെ, what is happening around them. അപ്പോ പിന്നെ അതുപോലെ തന്നെ the problem of other region may not be taken seriously. Problem between various regions remain unsolved. ഓക്കെ, ചില നമ്മുടെ വിത്തിൻ സിവിൽ വാർ തന്നെ ഉണ്ടായിട്ടുണ്ട്, രണ്ട് റീജിയൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട്. ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. നാഷണൽ ഇൻട്രസ്റ്റ് ഗെറ്റ് എഫക്റ്റഡ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെ, ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതെയാവും. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽ. ഇനി ലിംഗ്വിസ്റ്റിക്, അതായത് ലാംഗ്വേജിന്റെ ലെവലിലുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തത. India has more than 3,000 languages. In India, we know that around 3,000 languages are there. Oh my God. എങ്ങനെ എത്ര ബുദ്ധിമുട്ടായിരിക്കില്ല ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ. We are communicating through language. Language has been discovered for communication. ഒരാൾ പറഞ്ഞ് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല. സോ എന്ത് സംഭവിക്കും? അപ്പൊ അവിടെ ഒരു ഡൈവേഴ്സിറ്റി, ഒരു യൂണിറ്റി ഉണ്ടാവുന്നില്ല. 20 recognized languages according to 8th schedule. അപ്പൊ 8th schedule അനുസരിച്ചിട്ട് ഭരണഘടന 22 ലാംഗ്വേജുകൾ അംഗീകരിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്, കശ്മീരി, നേപ്പാളി ആൻഡ് ബോറോ നോട്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇതൊന്നും ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല. ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ് spoken by majority of people, official language of Indian Union by the Constitution. അപ്പൊ നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു ടോക്ക് അല്ലെങ്കിൽ റൂമർ കേട്ടിട്ടുണ്ടാവും, വൺ ഇന്ത്യ വൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ പോവാണ് ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. A lot of protests are there, especially from കേരള ആൻഡ് തമിഴ്നാട്, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാല് ദാറ്റ് ഈസ് ആസ് വി ആർ Malayali people and we are from Dravidian culture, we cannot admit Hindi as our first language. അപ്പൊ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഇടയിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇടയിലും, ഒരു രാജ്യത്തിന്റെ ഇടയിൽ തന്നെയാണ് ഈ ഇഷ്യൂ എന്ന് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും അല്ല, ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ലാംഗ്വേജിന്റെ ബേസിലുള്ള ഇഷ്യൂസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇപ്പോഴും അല്ലെങ്കിൽ വളരെ സീരിയസ് ആണ്. ഇപ്പോഴും എന്താ പറയാ സോർട്ട് ഔട്ട് ചെയ്യാൻ ഗവൺമെന്റിന് പോലും പറ്റിയിട്ടില്ല. ദ സെക്കൻഡ് ലാർജസ്റ്റ് ലാംഗ്വേജ് ആണ് തെലുങ്കു. ഓക്കെ, ഫസ്റ്റ് ലാർജസ്റ്റ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് പീപ്പിൾ സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇന്ത്യ ഇസ് ഹിന്ദി. ദ സെക്കൻഡ് ലാർജസ്റ്റ് ലാംഗ്വേജ് ഇസ് തെലുങ്കു. സം ലാംഗ്വേജസ് ആർ ലിങ്കിങ് ലാംഗ്വേജസ്, അല്ലെ? അതായത് ഇപ്പോ നമുക്കിപ്പോ ഹിന്ദി അറിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ഥലത്തും പോവാൻ പറ്റിക്കോളും, അല്ലെ? ബട്ട് ഇഫ് വി നോ സാൻസ്ക്രിറ്റ്, അറബിക് ഓർ ഇംഗ്ലീഷ്, we can travel through India. Okay, multilingual system helps people to migration different parts of the world. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും, നമുക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. അപ്പൊ മൾട്ടിലിംഗ്വൽ, അല്ലെ, ഒന്നിലധികം ഭാഷ പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? We can travel through the world or we can migrate to other places. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽ കുറച്ചും കൂടെ പോയിന്റ്സ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ഇന്ത്യ മൾട്ടി കൾച്ചറൽ. ഒരേ കൾച്ചറൽ ആയിട്ടുള്ള മൊണോട്ടണസ് ആളുകളല്ല ഇന്ത്യയിലുള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആളുകളാണ്. അപ്പൊ ഒരു ഡൈവേഴ്സിറ്റി, ഇറ്റ് ഗിവ്സ് ദ ഡൈവേഴ്സിറ്റി. ഇറ്റ് ഡെവലപ്സ് ടോളറൻസ് ആൻഡ് ജനറോസിറ്റി എമംഗ് പീപ്പിൾ. അതുപോലെ തന്നെ ആളുകളില് സഹിഷ്ണുതയും വിശാല മനസ്കതയും, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അതായത് ഒരേപോലുള്ള ആളുകളെ തന്നെ കണ്ടു വളരുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? അവർക്ക് മറ്റുള്ള ഒരാൾ പെട്ടെന്ന് അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ദേ കനോട്ട് അഡ്മിറ്റ്. പക്ഷെ പലതരത്തിലുള്ള ആളുകൾ കണ്ടു വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ ആര് വന്നാലും ദേ വിൽ ആക്സെപ്റ്റ്. ഇറ്റ് ഈസ് പീപ്പിൾ വിത്ത് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഓപ്പൺ മൈൻഡഡ്നെസ്, അല്ലെ? ഈ ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ആളുകൾക്ക് ഓപ്പൺ മൈൻഡഡ്നെസ്സും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കൂടുന്നു.
ലാംഗ്വേജ് മേക്സ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ. നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ ഇത്രയും ലോകം ഡെവലപ്പ് ആവാനുള്ള ഏറ്റവും വലിയ കാരണം ലാംഗ്വേജ് ആണ്. അതർവൈസ് വി വോണ്ട് invent or discover all these things. It helps to make unity in diversity. പിന്നെ അതുപോലെ സോഷ്യൽ ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ റിലീജിയൻ. ഇനി റിലീജിയസ് ആയിട്ട് പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഹിന്ദുസ് കോൺസ്റ്റിറ്റ്യൂട്ട് 80% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ. മെജോറിറ്റി ഹിന്ദുസ് ആണ്. 80% ഓഫ് ഇന്ത്യൻസ് ആർ ഹിന്ദുസ്. ഇന്ത്യ ഈസ് നോട്ട് എ റിലീജിയസ് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ സെക്യുലർ സ്റ്റേറ്റ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് തരുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതരത്വ രാഷ്ട്രമാണ്. അതർ റിലീജിയൻസ് ഏതൊക്കെയാണത്? ഇസ്ലാം, ബുദ്ധിസം, ജൈനിസം, ഓക്കെ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഇന്ന്, എക്സെട്ര, ക്രിസ്ത്യാനിറ്റി അല്ലെ. അങ്ങനത്തെ കുറെ ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ സെൻസസ് 2011 അനുസരിച്ചിട്ട് ഹിന്ദുസ് കോൺസ്റ്റിറ്റ്യൂട്ട് 79.8%, മുസ്ലിംസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 14.23%, ക്രിസ്ത്യൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് 2.3% അല്ലെ. ഈ മൂന്നാണ് മേജർ റിലീജിയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ വേറെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ റിലീജിയൻസ് ഉണ്ട്. അതിൽ തന്നെ കാസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, സബ് കാസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എ ലോട്ട് ഓഫ് ഡൈവേഴ്സിറ്റീസ് ആർ ദെയർ ഇൻ ദാറ്റ് ഏരിയ. സബ്സെക്ട്സ് ഓഫ് ഹിന്ദു റിലീജിയൻ. ഹിന്ദു റിലീജിയൻ തന്നെ പല രീതിയിലുണ്ട്. ശൈവ, ശാക്ത, വൈഷ്ണവ എന്നൊക്കെ പറഞ്ഞിട്ട് ശൈവന്മാരുണ്ട്, വൈഷ്ണവന്മാർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്, ശിവനെ ആരാധിക്കുന്നവരുണ്ട്, ശക്തിയെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. പിന്നെ ഇസ്ലാം എന്നുണ്ട്, ഷിയ, സുന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ കാറ്റഗറീസ് ഉണ്ട്. അത് ജാതിയല്ല, പക്ഷെ അതിന്റെ ഒരു എന്താ പറയാ കാറ്റഗറീസ് ഓഫ് ഹിന്ദുസ്. സോഷ്യൽ ആൻഡ് മുസ്ലിംസ്. ഓക്കെ, സോഷ്യൽ ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ റിലീജിയൻ. പിന്നെ വേറെ രീതിയിലും കുറെ ഡൈവേഴ്സിറ്റി റിലീജിയൻ ബേസ്ഡ് ആയിട്ട് കാണുന്നുണ്ട് നമ്മൾ. ഇസെൻഷ്യൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഇസ് ഇന്ത്യ ആസ് എ മൾട്ടി റിലീജിയസ് കൺട്രി. അപ്പോ നമുക്ക് അറിയാം ഇന്ത്യയിൽ ഒരു റിലീജിയൻ അല്ല ഉള്ളത്, പല റിലീജിയനിലുള്ള ആളുകളുണ്ട്. ഓൾ പീപ്പിൾ ആർ ഈക്വൽ ബിഫോർ ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ആളുകളും എങ്ങനെയാണ്? നിയമത്തിന് മുൻപിൽ സമന്മാരാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാവരും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ have equal justice. Okay, apart from കാസ്റ്റ്, ക്രീഡ്, റേസ്, റിലിജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒന്നും ബേസിൽ നമ്മൾ തമ്മിൽ തല്ലാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ഡൈവേഴ്സ് ആവാൻ പാടില്ല. എല്ലാവരും ഒരുപോലെയാണ് നിയമത്തിന് മുമ്പിൽ. നോ റിലീജിയസ് ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് ഈസ് പെർമിസിബിൾ. അതായത് നിയമത്തിനെതിരെയുള്ള ഒരു റിലീജിയസ് ആക്ടിവിറ്റി, അതായത് നിയമം അനുശാസിക്കുന്ന അതല്ലാത്ത റിലീജിയസ് ആക്ടിവിറ്റികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. Minorities can administer their own educational institutions. Government should not deny financial aid for those institutions. നമുക്കറിയാം മൈനോറിറ്റി ഗ്രൂപ്പുകൾക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തുടങ്ങാനുള്ള അധികാരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കുറെ ക്രിസ്ത്യൻ, മുസ്ലിം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ അതിനുള്ള ഫിനാൻഷ്യൽ എയ്ഡ് ഗവൺമെന്റിന് കൊടുക്കാവുന്നതാണ്. No religious instruction should be imparted in the government institution. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളാണ്, ഒരിക്കലും റിലീജിയസ് ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ ഉണ്ടാകാൻ പാടില്ല, ഇൻസ്ട്രക്ഷൻ. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് ദ കാസ്റ്റ് ലെവൽ. ഈ കാസ്റ്റ് ലെവലിലുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്താണ്? പീപ്പിൾ, ഇറ്റ് ഇസ് കാസ്റ്റ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് കാസ്റ്റിൽ, ഇറ്റ് ഇസ് കാസ്റ്റ്. And people are stratified on the basis of economic status, but caste-based stratification is dominant. അല്ലെ, കാസ്റ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം കാസ്റ്റിന്റെ കാര്യത്തിൽ കുറച്ചു കാലം മുമ്പ് വരെ കാസ്റ്റ് വാസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു റിലീജിയൻ ആണെങ്കിൽ അതിൽ പല ആളുകളും പല കാസ്റ്റ് ആണ്. ആ കാസ്റ്റിന്റെ ഇടയിലുള്ള ഡിസ്ക്രിമിനേഷൻ വാസ് സോ ഹ്യൂജ്. ഇന്ത്യ ഈസ് എ കൺട്രി ഓഫ് കാസ്റ്റ്. ഇന്ത്യൻ കാസ്റ്റ് വെയർ based on occupation first ascribed by birth. പണ്ട് ആളുകൾ ഈ കാസ്റ്റ് എങ്ങനെയാ വന്നത്? അതായത് തൊഴിലിന്റെ ബേസിലായിരുന്നു കാസ്റ്റ് ഉണ്ടായത് ആദ്യമായിട്ട്. പക്ഷേ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് പിന്നെ അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താ പറയാ, നമ്മൾ കേൾക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെ, ഇപ്പോഴും കാസ്റ്റ് ഇഷ്യൂസ് വളരെ സീരിയസ് ആണ്. More than 3,000 castes are there in India.
കാസ്റ്റ് സിസ്റ്റം ക്യാൻ ബി സീൻ എമംഗ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്. എല്ലാ കമ്മ്യൂണിറ്റിയിലും, മിക്കവാറും കമ്മ്യൂണിറ്റിയിലൊക്കെ എന്തുണ്ട്, ഈ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. മോഡേൺ ട്രെൻഡ്സ് ഓഫ് മോഡേണൈസേഷൻ have loosened the caste rigidity. നമുക്കറിയാം എഡ്യൂക്കേഷനിലൂടെയും അതുപോലെ തന്നെ നാഗരികത, അതായത് നഗരവൽക്കരണത്തിലൂടെയൊക്കെ ഈ കാസ്റ്റ് സിസ്റ്റം കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ കാസ്റ്റ് ഇസ് ഫെയ്ഡിങ് ഔട്ട്, അല്ലെ? കാസ്റ്റിന്റെ ബേസിലുള്ള ആളുകളെ തരംതിരിക്കുക, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെയ്ഡിങ് ഔട്ട് ആയിട്ടുണ്ട്, അതായത് ഇല്ലാതെ ആവുന്നുണ്ട്. ഗവൺമെന്റ്സ് എക്സ്റ്റെൻഡിങ് റിസർവേഷൻ ടു ദ ബാക്ക്വേർഡ് കാസ്റ്റ്. ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റുകൾക്ക് ഉന്നമനം, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പിടിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, സംവരണം കൊടുക്കുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് ആൻഡ് കാസ്റ്റ്ലെസ് കോളനീസ് ആർ ഇൻക്രീസിങ്. പിന്നെ അതുപോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജുകളും, ഇന്റർകാസ്റ്റ് മാരേജ് ഒരു കാസ്റ്റ് ഒന്നും ഉള്ള ആളുകൾ കല്യാണം കഴിക്കുക, അതുപോലെ തന്നെ കാസ്റ്റ് ഒന്നും നോക്കാതെയുള്ള ആളുകളുടെ ജീവിതം, അല്ലെ, ഒന്നിച്ച് ജീവിക്കുക, അതൊക്കെ വളരെയധികം പ്രോഗ്രസീവ് ആണ്. അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോഷ്യൽ ഡൈവേഴ്സിറ്റി അറ്റ് എ ട്രൈബൽ ലെവൽ. ട്രൈബൽ പീപ്പിൾ ഓൾസോ കോൾഡ് ആസ് ആദിവാസീസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ദേ ആർ ദെയർ ഡിസ്റ്റിങ്ക്ട് കൾച്ചർ, ട്രഡീഷൻ, റീജിയൻ എറ്റ്സെട്ര. അവർക്ക് പല റീജിയനിലും ഓരോ റീജിയനിലും അവിടുത്തേതായിട്ടുള്ള കുറെ ട്രഡീഷണൽ അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അല്ലെ? അല്ലെങ്കിൽ അവരുടെ പ്ലേസ് ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ പീപ്പിൾ ഹു ആർ dwelling in the mainstream or the urban area or village. Village is also entirely different, അല്ലെ? പിന്നെ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ, അതായത് ഇപ്പോ ലക്ഷദ്വീപില് കൂടുതലായിട്ട് ഈ ട്രൈബൽ പീപ്പിൾ വരുന്നത് ലക്ഷദ്വീപ് പറഞ്ഞു വെച്ചാൽ 100% ട്രൈബൽ പീപ്പിൾ ആണ്. അപ്പോ ഈ ട്രൈബൽ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെ ട്രൈബൽ പീപ്പിൾ ആക്കിയത്. കാരണം ദേ ആർ ഓൾസോ മറൂൺഡ്, ഓക്കെ, ദേ ആർ ഓൾസോ aloof from the rest of the world, അല്ലെ? ദ്വീപിലാണ് ജീവിക്കുന്നത്. പിന്നെ മധ്യപ്രദേശ്, അതുപോലെ ബീഹാർ, ഇവിടെയൊക്കെയാണ് കൂടുതൽ ട്രൈബൽ പീപ്പിൾ ഉള്ളത്. ലാർജസ്റ്റ് നമ്പർ ഓഫ് സ്കെഡ്യൂൾഡ് ട്രൈബ് കൺസിസ്റ്റ് ഓൺ ബസ്താർ ഡിസ്ട്രിക്ട് ഇൻ മധ്യപ്രദേശ്. ഓക്കെ, ബസ്താർ ഡിസ്ട്രിക്ട് ഇൻ മധ്യപ്രദേശ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രൈബൽ പീപ്പിൾ ആർ ലിവിംഗ്. More than 50 tribal groups are there in India. The tribal group and their habitation. Badagas tribe Tamil Naduilana, Urulais in Kerala, then Urulanmare, okay, then Todas in Nilgiri district in Tamil Nadu. They do not have basic facilities like housing, education, transportation. They are not supporting themselves to live in cities. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കാടുകളിൽ ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. ആൻഡ് ദേ ആർ ലിവിങ് ഇൻ എ വെരി പ്രിമിറ്റീവ് സ്റ്റൈൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. പക്ഷെ ഗവൺമെന്റിനും അത് കഴിയുന്നില്ല അവരെ ഫുള്ളി എഡ്യൂക്കേറ്റഡ് ആക്കാനായിട്ടൊന്നും. പക്ഷെ നമ്മളുടെ അവിടെയൊക്കെ നമുക്കറിയാം, ഇപ്പൊ കുറിച്യർ, അതുപോലെ തന്നെ ഇരുളാർ, അങ്ങനത്തെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റ് തന്നെ ഷീ ഈസ് ഫ്രം എ ട്രൈബ്. എഡ്യൂക്കേഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ അതുപോലെ നമുക്ക് ഈ എഡ്യൂക്കേഷനിലൂടെ ഈ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഒക്കെ ഒരുപാട് ഓവർകം ചെയ്യാൻ പറ്റും. ആ ഒരു സങ്കുചിത മനോഭാവം, നാരോ മൈൻഡഡ്നെസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. The lessons and co-curricular activities to be arranged to make the student understand the diverse culture natural to the Indian society. അപ്പൊ നമുക്ക് ക്ലാസ് റൂമിൽ നമുക്കറിയാം നിങ്ങൾ ടീച്ചേഴ്സ് ആവേണ്ട ആളുകളാണ്. അപ്പൊ നാളെ നിങ്ങൾ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ മൈക്രോകോസം ഓഫ് ദ സൊസൈറ്റി, അല്ലെ? ഒരു ക്രോസ് സെക്ഷൻ ആണ് സൊസൈറ്റിയിലെ. പല കാസ്റ്റ് ഉണ്ടാവും, ക്ലാസ് ഉണ്ടായിരിക്കും, ഓക്കെ, റിലിജിയൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവരെയൊക്കെ മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട് ആദ്യം വരുമ്പോ ഇവര് ദേ വോണ്ട് ബി റെഡി ടു മിങ്കിൾ വിത്ത് ഈച്ച് അതർ. കാരണം ചെറിയ കുട്ടികളാണ്. അപ്പൊ അവര് ഒരു സൊസൈറ്റിയിലേക്ക് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ. അതിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യു ഷുഡ് നോട്ട് ഫേവർ എ particular kind of people or a particular religion
അല്ലെ? അതൊക്കെ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി എത്തിക്സ് ഓഫ് എ ടീച്ചർ. യു ഷുഡ് ഹാവ് ടു see each and every student as your own child. Okay. The students should be familiarized, including in school curriculum, with the freedom struggle, the suffering and sacrifice, basic principles of constitution. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മള് എന്താ പറയാ, ഫ്രീഡം സ്ട്രഗിളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് ആളുകൾ അവരുടെ എന്താണ് ജീവൻ തന്നെ ത്യജിച്ചിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിപ്പിക്കാം. ഇത് പറയുമ്പോ നമുക്ക് പറയാം എന്താണ്, അതിൽ ഹിന്ദുന്നോ മുസ്ലിംന്നോ അങ്ങനെ മലയാളിന്നോ എന്താ പറയാ നോർത്ത് ഇന്ത്യന്നോ ഒന്നുമില്ല, അല്ലെ? ഒരുപാട് ആളുകൾ പല റിലിജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് ലാംഗ്വേജ് സംസാരിക്കുന്നവരൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഒരു കോൺഷ്യസ്നെസ് അവരിൽ ഉണ്ടാവും. ഇൻക്ലൂഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ വേരിയസ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ റിസോഴ്സസ്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളുണ്ട് അവരൊന്നും മോശക്കാരല്ല. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേരളത്തില് കുറെ സംഭവങ്ങൾ, വെള്ളമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും പക്ഷെ നമ്മളൊന്നും കൃഷി ചെയ്യുന്നില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആന്ധ്രക്കാർ തരണം. അപ്പൊ അവിടെ ഓരോരുത്തരും, പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ വേറെ സ്ഥലത്തു നിന്നാണ്, കൽക്കരി വേറെ സ്ഥലത്തു നിന്നാണ്. ഓൾ ഓഫ് ദം ആർ വെരി ഇസെൻഷ്യൽ ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ദേ ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് എന്നുള്ള ഒരു കാര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. എവറി സ്റ്റുഡന്റ് മസ്റ്റ് ലേൺ ദെയർ മദർ ടങ്. It's very important. Hindi shall be taught. Students may be engaged to join different clubs and their activities. സ്കൂളിൽ പല ക്ലബുകൾ ഉണ്ടാവും, നേച്ചർ ക്ലബ്, അല്ലെ? അപ്പൊ കുട്ടികൾ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ വീണ്ടും ക്ലാസിഫിക്കേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ക്ലാസിഫിക്കേഷൻ പല എന്താ പറയാ കാറ്റഗറിയിലുള്ള കുട്ടികളും ഒന്നിച്ച് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ എ കൊളാബറേഷൻ ഓർ എ കോപ്പറേഷൻ ഈസ് ഹാപ്പനിങ് എമംഗ് ദ സ്റ്റുഡൻസ്. ഓക്കെ. ഗവൺമെന്റ് ഷുഡ് പ്രൊമോട്ട്. എന്തൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്? കോമൺ സ്കൂൾ സിസ്റ്റം, എഡ്യൂക്കേഷൻ ഫോർ ഓൾ, പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, എസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി സ്കൂൾസ്, അല്ലെ? അപ്പൊ ഈ എഡ്യൂക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. Then, role of education in creating positive attitude towards social diversity. ഇനി എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അത് ആരെങ്കിലും ഒക്കെ ഉറങ്ങുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. ആതിര, ആർ യു ദയർ? ആതിര? Yes, miss. Okay, can you read the slide? Role of education in creating positive attitude towards social diversity. എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് സോഷ്യൽ ഡൈവേഴ്സിറ്റിയോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനായിട്ട് എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ? എന്താണ്? ഒന്ന് വായിക്കും. സ്ലൈഡ് ബാക്കി വായിക്കണം. വായിക്കും. Teachers create positive attitude with the help of the inclusive education. Okay, please stop. That is, teachers create positive attitude with the help of inclusive education. അതായത് ടീച്ചേഴ്സിനാണ് ഒരുപാട് കാര്യങ്ങൾ, അതായത് സൊസൈറ്റിയെ നന്നാക്കാൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിക്കുന്ന ആളുകൾ ടീച്ചേഴ്സാണ്. ഓക്കെ. ചില്ലർക്കാരൊന്നും അല്ല നിങ്ങൾ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? പറയാൻ പറ്റുമോ ആതിര? അറിയില്ല മിസ്. Okay, anyone else? Inclusive education? എല്ലാ ടൈപ്പ് സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. ആരായിരുന്നു പറഞ്ഞത്? ഓക്കെ, റുബിയത്ത്. ഓക്കെ, വെരി ഗുഡ് റുബിയത്ത്. അപ്പൊ ഇനി മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ, ഞാൻ പറയാം. ഓക്കെ. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആളുകളെ, അല്ലെ? എല്ലാ കാസ്റ്റിലും റിലീജിയനിലും അതുപോലെ തന്നെ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആളുകളെയും എല്ലാ രീതിയിലുള്ള ആളുകളെയും, ജെൻഡർ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പൊ ജെൻഡർ ഡിഫറൻസ് എന്ന് പറഞ്ഞു വെച്ചാല് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ മാർജിനലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഫീമെയിൽസിന് മാത്രമായിരുന്നു. ഇപ്പൊ വേറൊരു മൂന്നാമതൊരു ജെൻഡർ, അതായത് LGBTQ+ എന്നുള്ള കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവരും കൂടുതൽ മാർജിനലൈസേഷൻ അനുഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. അപ്പൊ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇവരെല്ലാം ഒന്നാണ്, നമ്മുടെ എന്താ പറയാ കോ ബീയിങ്സ് ആണെന്ന് കുട്ടികൾക്ക് തോന്നും. ഓക്കെ. സെക്കൻഡ് സ്ലൈഡ് ഒന്ന് വായിക്കൂ. അല്ല, സെക്കൻഡ് പോയിന്റ്. പ്രൊമോട്ട് inclusive education
include all students in the same classroom, including differently abled students. ഓക്കെ, ദാറ്റ് ഈസ് എല്ലാ ആളുകളെയും ഒന്നിച്ചിരുത്തി പഠിപ്പിക്കാം. തേർഡ് വൺ. Change the attitude of the society against inclusive education. അതായത് എന്താ പറയാ, ഇപ്പൊ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ കാലല്ല, കുറെ മുമ്പാണെങ്കിൽ പുരുഷന്മാര് മാത്രം അല്ലെങ്കിൽ ബോയ്സ് മാത്രമാണ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നുള്ളൂ. അവരെ മാത്രമേ സ്കൂളിലേക്ക് വിടുന്നുള്ളൂ. ഗേൾസിന് സ്കൂളിലേക്ക് എസ്പെഷ്യലി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ആരും സ്കൂളിലേക്ക് വിടാൻ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെ വിടുമ്പോ എന്താണ്, എല്ലാവരും ബാക്കിയുള്ള ആളുകൾ കളിയാക്കും. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഗേൾ എഡ്യൂക്കേഷൻ ഈസ് പോസിബിൾ നൗ. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവരെ പഠിപ്പിക്കാൻ ഇതിന്റെ കൂടെ കൊണ്ടുവരിക, അതായത് ജെൻഡർ ആയിക്കോട്ടെ, അതായത് LGBTQ+ കമ്മ്യൂണിറ്റിയെ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞ പല ആളുകൾക്ക്, ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ അഡ്മിറ്റിംഗ് ദിസ്. അതുപോലെ തന്നെ ഡിഫറെന്റ്ലി ഏബിൾഡ്, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ മോഡൽ പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇവർക്ക് സ്പെഷ്യൽ സ്കൂളുകൾ വേണ്ട, ഇവിടെ തന്നെ പഠിച്ച് മറ്റുള്ള കുട്ടികളോട് മിങ്കിൾ ആവട്ടെ, എന്നാലാണ് അവർക്ക് സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പറയും, ഫോർത്ത് വൺ. Design suitable teaching methods for inclusive education. ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ, ഏബിൾഡ് ആൻഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തപ്പോ, ഡിസേബിൾഡ് എന്ന് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ, ഡിഫറെന്റ്ലി ഏബിൾഡ്. ഓക്കെ, അപ്പൊ സോറി, അപ്പൊ ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവരെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇരുത്തുമ്പോ നമുക്ക് ക്ലാസ് റൂം അറേഞ്ച്മെന്റിനെ ചിലപ്പോൾ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചിങ് മെത്തഡോളജി മാറ്റേണ്ടി വരും, അല്ലെ? അതായത് ചിലപ്പോ ചെവി കേൾക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ മുമ്പിലൊക്കെ കൊണ്ടുവന്നിരുത്താം, കണ്ണിന് പ്രോബ്ലം ഉള്ള കുട്ടികളെ മുന്നിൽ കൊണ്ടുവന്നിരുത്താം. പിന്നെ ഒട്ടും കണ്ണ് കാണാത്ത കുട്ടികളുടെ അടുത്ത് വീഡിയോ കാണിക്കാൻ പറ്റുമോ? അത് വീഡിയോ കാണിക്കുമ്പോൾ അതിന് ഓഡിയോ വേണ്ടി വരും. ഓക്കെ, ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് വീഡിയോ കാണിക്കുമ്പോൾ സബ്ടൈറ്റിൽ വേണ്ടി വരും. സോ അവർ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, സ്കൂൾ തന്നെ മാറേണ്ടി വരും. അവർക്ക് പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാക്കേണ്ടി വരും, വരാന്തകളൊക്കെ കുറച്ചും കൂടെ വീതി കൂട്ടേണ്ടി വരും, റാമ്പ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെ? ഇപ്പൊ ഈ വീൽ ചെയർ ഒക്കെ കയറ്റണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ മാറ്റേണ്ടതായിട്ട് ഉണ്ട് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് വായിച്ചോ. Adopt students group interaction methods. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടീച്ചർ ഈസ് നോ ലോങ്ങർ എ ലെക്ചറർ നൗ. ഓക്കെ, നോ ലോങ്ങർ എ റേഡിയോ നൗ. അപ്പൊ നമ്മള് ഇപ്പോഴും ലെക്ചറിങ് മെത്തേഡ് ആണ് ടീച്ചറിന്റെ ഒരു രീതിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടീച്ചർ ഇങ്ങനെ പോയിട്ട് ടേക്ക് പേജ് നമ്പർ 58 എന്നിട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങും, എന്നിട്ട് കുറെ മീനിങ് മലയാളത്തിലൊക്കെ അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യും. ദിസ് ഇസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് എ ടീച്ചർ. Okay, so we should have to encourage participatory learning, experiential learning, okay, and creative learning in the classroom. അപ്പൊ അതുകൊണ്ടൊക്കെ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കുറെ കുട്ടികളെ കൊണ്ട് എന്താണ് കൂടുതലായിട്ട് ടീച്ചർ ഈസ് ഓൺലി എ ഗൈഡ്. ഓക്കെ, നല്ല എന്താണ് പഠിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് അറിയാം എവിടുന്നാണ് അത് കിട്ടുക എന്നുള്ളത്, ബിക്കോസ് യു നോ ദാറ്റ് ദേ ആർ ബോൺ ഇൻ ടു ദ വേൾഡ് ഓഫ് ടെക്നോളജി. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ നോ എവറിത്തിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, ഒരു ഗൈഡ് ചെയ്യേണ്ട കാര്യമുള്ള ഒരു ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഈസ് ഓൺലി എ ഗൈഡ് ആൻഡ് ഫെസിലിറ്റേറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുട്ടി ചീത്ത രീതിയിൽ പോകാനായിട്ട് നല്ല സൈറ്റുകൾ ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യൽ മാത്രമാണ് ടീച്ചറിന്റെ ഡ്യൂട്ടി. അപ്പം ക്ലാസ് റൂമിൽ ഇന്ററാക്റ്റീവ് മെത്തേഡ് ആവുമ്പോൾ യു ഷുഡ് ഹാവ് ടു ഗ്രൂപ്പ് ദം, അല്ലെ? ഗ്രൂപ്പൊക്കെ ആക്കി ആക്ടിവിറ്റികളൊക്കെ ചെയ്യിക്കേണ്ടി വരും. അപ്പൊ 3 ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ടെക്നിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്രൂപ്പ് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം സെഷൻ, അല്ലെ? അതായത് ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് റൂം ആക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആക്കുക. കോപ്പറേറ്റീവ് ലേണിംഗ്, അല്ലെ? പരസ്പരം സഹകരിച്ച് അവർ പഠിക്കും. അതായത് കൂടുതൽ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ഇന്ററാക്ട് ചെയ്തിട്ടാണ് അവര് പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ്, അതായത് ഒരാൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ദെയർ. അപ്പൊ ഗ്രൂപ്പ് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂം സെഷൻസിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ വായിച്ചേ, ഞാൻ പറയണോ ആരെ വായിക്കണം എന്നുള്ളത്? റുബിയത്ത് വായിച്ചോളൂ. Group interactive classroom session. Dividing the class into small group consisting of 5 or 6 students. ഓക്കെ, അതായത് നമ്മള് ഗ്രൂപ്പ് ആക്കുക എന്ന് പറഞ്ഞു വെച്ചാല് 10-20 ആളുകളുള്ള ഗ്രൂപ്പ് ആക്കരുത്.
അപ്പോൾ ഇന്ററാക്ഷൻ വോണ്ട് ബി ഹാപ്പൻഡ്. ചെറിയ ഗ്രൂപ്പ് ആവുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ, പിന്നെ assigning different topics. ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് കൊടുക്കുക അല്ലെ? അതർവൈസ് വാട്ട് ഈസ് ഹാപ്പനിങ്, എല്ലാ ഗ്രൂപ്പിനും ഒരേ ടോപ്പിക് ആണെങ്കിൽ അത് അവരോട് ഇവരോടൊക്കെ ചോദിച്ചിട്ട് എഴുതും. ഓക്കെ, അപ്പോ ഇവര് ഈ ഗ്രൂപ്പിൽ മാത്രമായിട്ട് ഇന്ററാക്ഷൻ സംഭവിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Each group discusses their topic and present it. ഓക്കെ, ഓരോ ഗ്രൂപ്പും എന്ത് ചെയ്യണം? അവര് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ടോപ്പിക് അവര് പ്രസന്റ് ചെയ്യണം. ദാറ്റ് ഇസ് ദയർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അവിടെ എന്താ പറയാ, സെൽഫ് ലേണിംഗ് നടക്കുന്നുണ്ട്, റൈറ്റിംഗ് നടക്കുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്, പിന്നെ പ്രസന്റേഷനും നടക്കുന്നുണ്ട് അല്ലെ? എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ക്ലാസ് റൂം മെത്തേഡ്. ഇനി സെക്കൻഡ് വൺ കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കോപ്പറേറ്റീവ് ലേണിംഗിനെ പറ്റിയിട്ട് ആരോ ഒന്ന് വായിക്കുക, ഞാൻ പറയാം. ഷൈബ വായിച്ചേ. Cooperative learning. Creating group of small number of team with different levels of learning ability. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോൾ നമ്പർ ഓഫ് പീപ്പിളിന്റെ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുക. അപ്പൊ നന്നായി പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒട്ടും നമുക്കറിയാലോ, ആസ് എ ടീച്ചർ നമുക്ക് വി ഷുഡ് നോ ദി എബിലിറ്റി ഓഫ് എ സ്റ്റുഡന്റ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. കുറച്ച് ഹൈ മാർക്കുള്ള ആളുകളെ മാത്രം ഗ്രൂപ്പ് ആക്കരുത്, അവരെ മിക്സ് ചെയ്തിരുത്തുക. ഓക്കെ, വിത്ത് ഡിഫറെന്റ് ലേണിംഗ് എബിലിറ്റി ഉള്ള ആളുകളെ മിക്സഡ് ആയിട്ട് ഇരുത്തുക. ദെൻ നെക്സ്റ്റ് വൺ. They share their knowledge, understanding. ഓക്കെ, എൻഷുർ ദാറ്റ് ദേ ആർ ഷെയറിംഗ് ദെയർ നോളജ് അല്ലെ? ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതായത് നമ്മള് കുട്ടികൾക്ക് ആക്ടിവിറ്റി കൊടുത്തു, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും വായിക്കുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുക. അപ്പൊ ഒരിക്കലും നമ്മൾ വി വോണ്ട് ബിക്കം എ ഗുഡ് ടീച്ചർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികളുടെ അടുത്ത് നടന്ന് അവർക്ക് വേണ്ട ഫീഡ്ബാക്കുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അത് എൻഷുർ ചെയ്യുക അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരും ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു കോ എഫേർട്ട് ആണെന്നുള്ളത് ടീച്ചർ ഉറപ്പുവരുത്തണം. ഓക്കെ, Executive cooperative learning. A subject or topic can be divided into meaningful small segments. ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ വലിയൊരു ചാപ്റ്റർ ആണ്, അതിന് നമുക്ക് ചെറുതായിട്ട് തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. It can be given to small teams. ഓക്കെ, എന്താ പറയാ, ടീമുകൾക്ക് അതെന്ത് ചെയ്യാ, ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടോപ്പിക്ക് ഓരോ ടീമിന് കൊടുക്കാം. Then the team collects information. അതായത് ഓരോ ടീമും അവരുടെ തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ആൻസർ, അല്ലെങ്കിൽ അത് സപ്പോർട്ടീവ് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലെ, അതൊക്കെ അവര് കളക്ട് ചെയ്യണം, ഷെയറിംഗ് ഓഫ് നോളജിലൂടെ തന്നെ. ഓക്കെ, പിന്നെ all teams gather and share their knowledge. ഓക്കെ, ലാസ്റ്റിൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടൈം ഫോർ പ്രസന്റേഷൻ. ഓരോ ടീമും അവർക്ക് കിട്ടിയ നോളജ് പ്രസന്റ് ചെയ്യുക. ആൻഡ് ദ നോളജ് ഡിസമിനേഷൻ ഈസ് ഹാപ്പനിങ് ദെയർ അല്ലെ? അപ്പോ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 വ്യൂ പോയിന്റിലുള്ള നോളജ് ഷെയറിംഗ് ഈസ് ഹാപ്പനിങ്. അതർവൈസ് വാട്ട് ഈസ് ഹാപ്പനിങ്? മോണോട്ടോണസ് ലെക്ചറിംഗിലാണെങ്കിൽ ടീച്ചറിന്റെ വ്യൂ പോയിന്റ് മാത്രമേ കുട്ടികൾ കേൾക്കൂ. ഇനി നമ്മൾ എന്തെങ്കിലും മിസ്സിംഗ് എലമെന്റ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗിനെ പറ്റിയിട്ട് ആരാ വായിക്കാം? ഇനി ആളുകൾ ഉണ്ടല്ലോ, പറയൂ. എനിക്ക് കാണുന്നില്ല, നിങ്ങൾ വായിച്ചോളൂ. Two or more students joining together, sharing their learning activities, trying to achieve learning proficiency. ഓക്കെ, അതായത് കൊളാബറേറ്റീവ് എന്ന് പറഞ്ഞു വെച്ചാല് കൊളാബറേറ്റ് ചെയ്തിട്ട് പരസ്പരം സഹായിച്ചിട്ട് അല്ലെ, അതായത് സഹകരിച്ചിട്ട് പഠിക്കുന്നത്. അതായത് ജോയിനിങ് ടുഗെദർ, ഷെയറിംഗ് ദെയർ ലേണിംഗ് ആക്ടിവിറ്റീസ്. നമ്മളങ്ങനെ എന്താ പറയാ, കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ. Each students may contribute his part. ഓക്കെ, ഓരോരുത്തരും അവരുടെ പാർട്ട് അല്ലെങ്കിൽ എന്താണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നോളജ് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഈ കമ്പൈൻ സ്റ്റഡിയിൽ അതാണ് സംഭവിക്കുന്നത് അല്ലെ? ഒരാൾ ഒരു ചാപ്റ്റർ പഠിക്കും, മറ്റാൾ മറ്റേ ചാപ്റ്റർ പഠിക്കും, എന്നിട്ട് ദേ ആർ ഷെയറിംഗ് ദെയർ നോളജ്. Each participant will learn material individually.
അതായത് എന്താണ്, ഓരോ പാർട്ടിസിപ്പന്റും ഒരു ഇൻഡിവിജ്വൽ ലേണിംഗ് നടന്നിട്ടാണ് കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നത്. ആദ്യം അവർ പഠിച്ചിട്ട് ആ ഒരു നോളജ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ലേണിംഗ് ഷുഡ് ഹാപ്പൻ അറ്റ് ഫസ്റ്റ്. There will be mutual dependence. അതായത് ഒരാൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ പോരാ, മ്യൂച്വൽ ഡിപെൻഡൻസ് ഷുഡ് ബി ദയർ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ടെക്നിക്. വായിക്കുന്നുണ്ടോ ആരെങ്കിലും? Yes, ma'am. Students take responsibility. Okay. That is കുറച്ച് നോയ്സ് ഉണ്ട് അല്ലേ? വായിച്ചോളൂ. It's okay now. All try to perform. Chance for face-to-face interaction and share knowledge. Okay. അതായത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ടെക്നിക് അല്ലെ? ഗ്രൂപ്പ് ഇന്ററാക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? സ്റ്റുഡൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. സ്റ്റുഡൻസിന് ഉത്തരവാദിത്വം ഉണ്ടാവും. അതായത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് their responsibility to find out the answer or to solve the problem. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. സഡൻലി ഒരു ലീഡർ ഒക്കെ ഉണ്ടാവും ആ ഗ്രൂപ്പിൽ. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ഒരാള് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നു, അയാൾ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ 5 ഗ്രൂപ്പായിട്ടൊക്കെയാണെങ്കിൽ 5 ലീഡേഴ്സ് വിൽ ബി തയ്യാർ. ഓക്കെ, ഇറ്റ് വിൽ എൻഹാൻസ് ദ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾസോ. ഓൾ ട്രൈ ടു പെർഫോം. എല്ലാ കുട്ടികളും പെർഫോം ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കും അല്ലെ? അപ്പൊ എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ചാൻസസ് ഫോർ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആൻഡ് ഷെയർ നോളജ്. അപ്പൊ ഗ്രൂപ്പിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക? ആ കുട്ടികൾ പരസ്പരം ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അല്ലെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോളജ് ഷെയറിംഗ് ഈസ് ഓൾസോ ഹാപ്പനിങ്. ഡെവലപ്പിംഗ് സോഷ്യൽ സ്കിൽസ്. ഇത് തന്നെയാണ് നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങിയാലും ചെയ്യേണ്ടത് അല്ലെ? മിണ്ടാതിരിക്കുകയല്ല, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. And man is a social animal. Always remember this fact. And involving in a group to complete academic task. അല്ലെ? അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ചെയ്യാണ്, ഒരു അക്കാഡമിക് ടാസ്ക് അല്ലെ? നമ്മൾ വെറുതെ അല്ല കൊടുക്കുന്നത്, ഒരു പോർഷനാണ്, നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് അല്ലെ? അപ്പൊ ആ കുട്ടിക്ക് അതൊരു വലിയൊരു കാര്യമാണ്. enabling student to learn together in group. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് എന്നുള്ള ഒരു കൾച്ചർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഗ്രൂപ്പിൽ ഇരുന്ന് പഠിക്കാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. Interdisciplinary nature of education with the philosophy, psychology, sociology, anthropology, politics and history. അപ്പൊ നമുക്കറിയാം ഇന്റർഡിസിപ്ലിനറി, അതായത് 2 ഡിസിപ്ലിൻസ് അല്ലെ? 2 സബ്ജക്റ്റുകൾ, ചിലപ്പോൾ വളരെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കാം അല്ലെ? അപ്പൊ അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകത. മീനിങ് ഓഫ് ഇന്റർഡിസിപ്ലിനറി നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ദ കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസസ് ഫ്രം ദ പെർസ്പെക്ടീവ്സ് ഓഫ് ഡിഫറെന്റ് റിലേറ്റഡ് അക്കാഡമിക് ഡിസിപ്ലിൻസ്. അപ്പൊ ചിലപ്പോ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഫിലോസഫി, സൈക്കോളജി വളരെ റിലേറ്റഡ് ആണ്. സൈക്കോളജി, സോഷ്യോളജി വളരെ റിലേറ്റഡ് ആണ്. സോഷ്യോളജി, ആന്ത്രപ്പോളജി സോ ക്ലോസ്ലി റിലേറ്റഡ് അല്ലെ? ആന്ത്രപ്പോളജി, പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി, ഓൾ ഓഫ് ദം ആർ വെരി ക്ലോസ് റിലേറ്റഡ് ഡിസിപ്ലിൻസ്. അപ്പൊ രണ്ടും പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂസിങ് ദ തിയറീസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. അപ്പൊ ഈ ഇന്റർഡിസിപ്ലിനറി ആവുമ്പോൾ 2 ഡിസിപ്ലിൻസിലും തിയറി മെത്തേഡുകളൊക്കെ പഠിക്കേണ്ടി വരും. ഇന്റർഡിസിപ്ലിനറി നേച്ചർ ഓഫ് ദി അക്കാഡമിക് ഡിസിപ്ലിൻ എഡ്യൂക്കേഷൻ. അതായത് ദി അക്കാഡമിക് ഡിസിപ്ലിൻസ് ലൈക്ക് ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, പൊളിറ്റിക്സ് ആൻഡ് ഹിസ്റ്ററി ഇൻക്ലൂഡഡ് ഇൻ ദി സിലബസ്. ഇപ്പൊ ഇതൊക്കെ, അതായത് ഇപ്പൊ ആന്ത്രപ്പോളജി എന്നൊന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, അത് നരവംശ ശാസ്ത്രം നമ്മൾ പഠിക്കുന്ന തന്നെ നമ്മുടെ സിലബസിൽ അല്ലെ? എന്താണ് അതായത് നിയാണ്ടർത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ആദിമ മനുഷ്യനെയൊക്കെ പറ്റി. അത് ഇറ്റ് ബിലോങ്സ് ടു ആന്ത്രപ്പോളജി അല്ലെ? സോഷ്യോളജിന്റെ സൊസൈറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. സൈക്കോളജി, ഹ്യൂമൻ സൈക്കി അല്ലെ? അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഫിലോസഫി പഠിക്കുന്നുണ്ട്. എവറിത്തിങ് ഈസ് ദയർ. പൊളിറ്റിക്സ് ഈസ് ഓൾസോ ദയർ. നമ്മൾ രാജ്യത്തെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരം പഠിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആരാ, ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ടീച്ചർ ടു മേക്ക് ദാറ്റ് ടീച്ചിങ് സക്സസ്ഫുൾ. ടീച്ചിങ് ആണ് കേട്ടോ. ടീച്ചിങ് സക്സസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ് അല്ലെ? അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ എന്താണ്, ടീച്ചിങ് വിൽ ബി വെരി ഈസി. ഇറ്റ് വിൽ മോഡിഫൈ ദ സ്റ്റുഡൻസ് ടു സ്യൂട്ട് ദ പ്രസന്റ് ഡേ നീഡ്സ്. അപ്പൊ ഇതിന് ഒന്നിൽ മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ വി കോൺ. അതിനാണ്
ഇപ്പൊ ഈ 4-year UG പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, FIGP എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഒരുപാട് സബ്ജക്റ്റുകൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് nowadays people are going to a single or a very microscopic element, അല്ലെ? അങ്ങനെ ആയിട്ട് മാറുകയാണ് ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയല്ലാതെ ഒരു കുറച്ചധികം വിഷയങ്ങളെ പറ്റിയിട്ട് പഠിക്കുക, കുറച്ചധികം നോളജ് ഉണ്ടാക്കുക, അതൊക്കെയാണ്. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ വെറും ഇംഗ്ലീഷ് അല്ല, സൈക്കോളജി പഠിക്കുന്നുണ്ട്, ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട്, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഡൈവേഴ്സ് സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോൾ ഡൈവേഴ്സ് നോളജ് ഉണ്ടാവുന്നുണ്ട് കുട്ടികൾക്ക്. ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഫിലോസഫി. ഇനി എഡ്യൂക്കേഷൻ എന്നുള്ള ഡിസിപ്ലിനും ഫിലോസഫി എന്ന ഡിസിപ്ലിനും എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്? ഫിലോസഫി ഈസ് സ്പെക്കുലേറ്റീവ് വൈൽ എഡ്യൂക്കേഷൻ ഈസ് പ്രാക്ടിക്കൽ, അല്ലെ? അതായത് ഫിലോസഫി കുറെ തിയറീസ് ആണ്, എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫിലോസഫി ഡിറ്റർമൈൻസ് ദ സുപ്രീം എയിം ഓഫ് ലൈഫ്, അല്ലെ? ഫിലോസഫി പറഞ്ഞു വെച്ചാൽ എന്താണ്? എയിം ഓഫ് ലൈഫ്. നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടെ താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ജീവിത ലക്ഷ്യം, മനുഷ്യൻ ആരാണ്, അല്ലെ? ഈ രീതിയിലൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ്, അല്ലെ? എന്തൊക്കെയാണ് വാല്യൂസ്, മോറൽ വാല്യൂസ് ആണ്, എത്തിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഫിലോസഫിയിൽ പറയുന്നത്. ഫിലോസഫി പോയിന്റ്സ് ഔട്ട് ദ വേ ടു ബി ഫോളോഡ് ബൈ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ ഇസ് ദ ഡൈനാമിക് സൈഡ് ഓഫ് ഫിലോസഫി. ഇറ്റ് ഈസ് ചേഞ്ചിങ്. എഡ്യൂക്കേഷൻ ഈസ് ചേഞ്ചിങ്, മെത്തേഡ് ഈസ് ചേഞ്ചിങ്. ഫിലോസഫി ഗീവ്സ് ഐഡിയൽ വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അതിനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ. അതിന്റെ ഇൻസ്ട്രക്ഷണൽ മോഡ്, അവിടെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് മീൻസ് ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ഫിലോസഫി. ഈ ഫിലോസഫി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെയാണ്. ദി എയിം, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ഓഫ് ദ ലൈഫ് ഷാൾ ബി പാസ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ. അതായത് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഓക്കെ, ഇതൊക്കെ ഇപ്പൊ ഫിലോസഫി ഇങ്ങനെ പറയാന്നുള്ളതല്ലാതെ അത് എഡ്യൂക്കേഷനിലൂടെ ഫിലോസഫി നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതായത് എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ദി എഡ്യൂക്കേഷൻ ഓഫ് ഫിലോസഫി. And according to Ross, philosophy and education are the two sides of the same coin. The former is the contemplative while the latter is the active side. Philosophy കുറെ തത്വങ്ങളാണെങ്കിൽ അതിന്റെ പ്രാക്ടീസ്, അതിനെ പ്രാവർത്തികമാക്കുന്നതാണ് എഡ്യൂക്കേഷൻ. As if two sides of a single coin. And close relationship between education and philosophy. അതായത് all great philosophers of the world have also been great educators. അതും ഇത് തമ്മിലുള്ള ഈ രണ്ട് ഡിസിപ്ലിനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നു, അല്ലെ? അതായത് ലൈക്ക് പ്ലേറ്റോ, ഗാന്ധിജി, ടാഗോർ, ജോൺ ഡ്യൂവി, അവരൊക്കെ ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ വർ ഗ്രേറ്റ് educators. And philosophy determines all the broad aspects of education. അപ്പോൾ ഫിലോസഫി എന്താണ്? ബ്രോഡ് ആസ്പെക്ട്സ്, അതായത് എഡ്യൂക്കേഷന്റെ ഒരു വിശാലത കാണിക്കുന്നുണ്ട്. Philosophy provides aims of education, curriculum, methods of teaching, school discipline, role of the teacher and education process, etc. But philosophy of education എന്താണ് എഡ്യൂക്കേഷന്റെ, എങ്ങനെയായിരിക്കണം കറിക്കുലം, ഈ കാര്യങ്ങളൊക്കെ തിയററ്റിക്കൽ ആയിട്ട് അല്ലെ പറയുന്നുണ്ട് ഫിലോസഫിയിൽ. ഇന്ത്യൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി. ഈ സൈക്കോളജിയെ എങ്ങനെയാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധമുണ്ടോ? യെസ്. Analyze. Psychology shows the way of for how to teach. ഉറപ്പായിട്ടും ഉണ്ട് അല്ലെ? അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ആളുടെ ഒരു മാനസിക നില നമുക്ക് അറിഞ്ഞാലല്ലേ എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. Okay, so psychology and education are very closely related disciplines. It demands the quality of teaching learning activities and suitable classroom environment, etc. അതുപോലെ തന്നെ എങ്ങനെയായിരിക്കണം ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ക്ലാസ് റൂം എൻവയറൺമെന്റ് അല്ലെ, ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളാണ്. സൈക്കോളജിക്കൽ തിയറീസ് ഓൾസോ ഹെൽപ്പ് ദി എഡ്യൂക്കേഷൻ അല്ലെ. അവര് കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്ന് ഒരുപാട് തിയറീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ വിതൗട്ട് ദോസ് തിയറീസ് എഡ്യൂക്കേഷൻ വോണ്ട് ബി കംപ്ലീറ്റഡ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് സൈക്കോളജി ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പൊ സൈക്കോളജിസ്റ്റുകൾ കുറെ തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ എഡ്യൂക്കേഷനിലേക്ക് അല്ലെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ. It is regarding about students' attention, cognitive development, teaching, learning methods, motivation, memory, mental health. അല്ലെ ഒരുപാട് കാര്യങ്ങൾ സൈക്കോളജിക്കൽ ആണ്. അതായത് കുട്ടികളുടെ ശ്രദ്ധ എത്ര നമ്മൾ പറയില്ലേ 20 minutes ഒക്കെയാണ് ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇറ്റ്സ് സൈക്കോളജിക്കൽ. Then cognitive development അല്ലെ,
എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റുകൾ, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു എഡ്യൂക്കേഷണൽ സൈക്കോളജി. എങ്ങനെയൊക്കെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാം, മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ടെക്നിക്കുകൾ ചെയ്യാം, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ എന്താണ്, it shows that all these things are showing that both education and psychology are closely related disciplines. Then education and sociology. Sociology എന്ന് പറഞ്ഞത് സയൻസ് ഓഫ് സൊസൈറ്റി ആണ്. സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ആർ വെരി ഇന്റർറിലേറ്റഡ്. അപ്പൊ എന്താ പറയുന്നത്, sociology is the branch of social science. It is the study of different aspects of social being. Man is a social being. Yeah. Finney and Selene is telling the discipline which interprets educational problems based on sociology. അപ്പൊ നമ്മള് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് അല്ലെ എല്ലാ സൊസൈറ്റിയിലും ഒരുപോലെ ആയിരിക്കില്ല അത്. അപ്പൊ അത് സോൾവ് ചെയ്യുന്നത് തന്നെ സോഷ്യോളജി വെച്ചിട്ടാണ്. Educational institutions set up their goal according to the expectations of the society. അപ്പൊ നമ്മൾ പറയാം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിട്ട് 4 പുറം മതിൽ കെട്ടുന്നതിലല്ല കാര്യം, ആ മതിലുകൾ പൊളിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത്. അതായത് ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു വെച്ചാൽ എഡ്യൂക്കേറ്റിംഗ് ദ സൊസൈറ്റി. ഓക്കെ, അല്ലാതെ അവിടെ വന്ന് പഠിക്കുന്ന കുറച്ച് ആളുകളെ മാത്രം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിപ്പെൻഡ് ദ സൊസൈറ്റി. സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സ്റ്റാൻഡിങ് ഓർ സർവൈവിങ്. We use the theories of sociology in education. അപ്പൊ സോഷ്യോളജിയിൽ ഒരുപാട് തിയറീസ് we are adopting to the field of education. Important objectives of educational sociology. ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ സോഷ്യോളജിയുടെ? To understand, മനസ്സിലാക്കാൻ എന്ത്, ദ റോൾ ഓഫ് ദ ടീച്ചർ ഇൻ ദ കമ്മ്യൂണിറ്റി അല്ലെ, സൊസൈറ്റിയിൽ ടീച്ചറിന്റെ റോൾ എന്താണ്, ടീച്ചർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സൊസൈറ്റിയിൽ. ദ റോൾ ഓഫ് സ്കൂൾ ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച് അല്ലെ, സോഷ്യൽ ചേഞ്ചിന് വേണ്ടി സ്കൂളിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് ദി സ്കൂൾ ഫങ്ഷൻ, അതുപോലെ തന്നെ സ്കൂൾ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് അല്ലെ, ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി അല്ലെ, സമൂഹത്തിന്റെ എന്താ പറയാ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, സ്കൂൾ ഉണ്ടാവുക എന്നുള്ളതിൽ ഉപരി എന്താണ് സ്കൂൾ ഫങ്ഷൻ ചെയ്യുക എന്നുള്ളതിലുപരി ആ സ്കൂൾ എങ്ങനെയാവണം, അത് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കണം. The way and means of developing healthy teacher-student relationship. Sociological aspects അറിഞ്ഞിട്ടില്ലെങ്കിൽ there won't be a close connection between the student and the teacher. That's very important in the teaching learning process. അല്ലെ, ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടായിരിക്കണം. Okay, then the need for developing close relations between school and social organizations. ഇപ്പൊ സൊസൈറ്റിയിൽ ഇടപെടുന്നത് പോലെ തന്നെയാണ് സ്കൂളിലും പലതരത്തിലുള്ള ആളുകളോട് ഇടപെടുക, അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. The social factors that affect the school. സൊസൈറ്റിയിലുള്ള എല്ലാ മാറ്റങ്ങളും സ്കൂളിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. The social determinants of education. അതായത് സൊസൈറ്റിയാണ് എഡ്യൂക്കേഷൻ എങ്ങനെയാവണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. Then how to socialize the curriculum. എങ്ങനെയാണ് നമ്മുടെ കരിക്കുലം സോഷ്യലൈസ് ചെയ്യുന്നത്, അത് സൊസൈറ്റിക്ക് നല്ല രീതിയിലാക്കി മാറ്റണം. അതായത് എന്തിനാ നമ്മൾ എങ്ങനെയാ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി എങ്ങനെ നല്ല രീതിയിൽ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റും എന്ന് അനലൈസ് ചെയ്തിട്ട്. സോ സോഷ്യോളജി ആൻഡ് എഡ്യൂക്കേഷൻ ആർ വെരി മച്ച് ഇന്റർ റിലേറ്റഡ്. Then close relationship between education and anthropology. Anthropology പറഞ്ഞാൽ എന്താ, നരവംശാസ്ത്രം. ഓക്കെ, അത് തമ്മിൽ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് ഉണ്ടാവും. Let's see. Anthropology studies the origin, biological and physical development, customs and beliefs of human beings. അല്ലെ, അതായത് നമ്മൾ എങ്ങനെ ഒറിജിൻ അല്ലെ, നമ്മൾ എങ്ങനെ ഉണ്ടായി, നമ്മുടെ ബയോളജിക്കൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, നമ്മുടെ ആചാരങ്ങൾ എങ്ങനെ, ബിലീഫ്സ് എങ്ങനെ, ഇതൊക്കെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി. ഇറ്റ് കമ്പയർസ് ഡിഫറെന്റ് സൊസൈറ്റീസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്കോപ്പ് ഓഫ് ഹ്യൂമൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആളുകളുണ്ട് എന്ന് നമുക്കൊരു മനസ്സിലാക്കാൻ എന്ത് അത്യാവശ്യമാണ്, ഈ ആന്ത്രപ്പോളജി, സ്റ്റഡി ഓഫ് ആന്ത്രപ്പോളജി ഈസ് വെരി മച്ച് നീഡഡ്. ഇറ്റ് എയിംസ് ടു ഇൻസ്റ്റിൽ ദ കൾച്ചറൽ കോമ്പണൻസ്. ഇറ്റ്സ് നോൺ ആസ് അക്കൾച്ചറേഷൻ അല്ലെ, അതായത് കൾച്ചറൽ കോമ്പണൻസ് അതിനെ അത് മനസ്സിലാക്കുന്നതിന് പറയുന്ന പേരാണ് അക്കൾച്ചറേഷൻ. അതായത് നമ്മളിൽ ഓരോ കൾച്ചറൽ കോമ്പണൻസ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ മലയാളിയാണ്, ഈ റിലിജിയനിൽ ജീവിച്ചു, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ജീവിച്ചു, അത് നമുക്ക് കുറെ ഐഡന്റിറ്റികൾ ഉണ്ട്. നമ്മുടെ കൾച്ചറൽ കോമ്പണൻസ്, ഈ കൾച്ചറൽ കോമ്പണൻസ് ഒക്കെ നമ്മളിൽ ഇൻസ്റ്റിലാണ്.
ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ നേടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കോൺഷ്യസ്നെസ് വെച്ചിട്ടാണ് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവുന്നത്. എവറി സ്കൂൾ ട്രൈസ് ടു കളക്ട് ആൻഡ് പ്രിസർവ് the relevant information regarding the cultural components like folk song, fine arts, literature, അല്ലെ, അങ്ങനെ കുറെ കൾച്ചറൽ എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ സ്കൂൾസ് പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫോക്ക് സോങ്സും ഫൈൻ ആർട്സും ഇപ്പൊ പുതിയ FIUGP പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഇപ്പൊ ഇംഗ്ലീഷിന്, എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾക്കാർക്ക് ലിറ്ററേച്ചർ വിൽ ബി ഫ്രം അവർ ലോക്കൽ ഏരിയ, ലോക്കൽ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് നമുക്കൊന്നും ഇല്ല എന്നുള്ളതാണ് പുതിയ FIUGP അവര് തിയറിറ്റീഷ്യൻസ് പറയുന്നത്, ഓക്കെ, എഡ്യൂക്കേറ്റേഴ്സ് പറയുന്നത്. And the school should educate the youngsters to adapt to the cultural components, അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ കൾച്ചറൽ കോമ്പോണൻസ്, കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ നമുക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട്, അല്ലെ. അതിനെ സഹായിക്കുക എന്നുള്ളതാണ് സ്കൂളിന്റെ ഏറ്റവും വലിയ പർപ്പസ്. ഇറ്റ് ഹാസ് ടു ടീച്ച് വാല്യൂസ് ലൈക്ക് ടോളറേറ്റിംഗ് ഡിഫറൻസസ്, ഡെവലപ്പിംഗ് കമ്പാഷൻ, ലിവിംഗ് ഇൻ പീസ് ആൻഡ് ഹാർമണി എക്സെട്ര. അതുപോലെ തന്നെ ടോളറേറ്റിംഗ് ഡിഫറൻസസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, സഹിഷ്ണുത ഉണ്ടാക്കുക, അതായത് മറ്റുള്ളവര് എന്താ പറയട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക. ഡെവലപ്പിംഗ് കമ്പാഷൻ, കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അനുകമ്പ, അല്ലെ. അതായത് അതാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ലിവിങ് ഇൻ പീസ് ആൻഡ് ഹാർമണി, അല്ലെ, സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് ദാറ്റ് ഈസ് ദി എയിം ഓഫ് എഡ്യൂക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് പോളിറ്റിക്സ്. Politics attempts to explain how societies and social organizations use power to establish regulations and allocate finance and other resources. But education is very much related to politics. കാരണം അതായത് എങ്ങനെയാണ് ഇതൊക്കെ എന്താണ് സോഷ്യൽ ഏജൻസീസ് ഉണ്ട്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഏജൻസീസ് ആർ വർക്കിംഗ്, അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ പവർ റിസോഴ്സസ് ആർ വർക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ പൊളിറ്റിക്സ്. ഓക്കെ, അത് തന്നെയാണ് ഒരു സൊസൈറ്റിയിലുള്ള ഈ ഓർഗനൈസേഷന്റെ ഒരു ഭാഗമാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ദ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അല്ലെ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അല്ലെ, സെൻട്രൽ ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും എന്നൊക്കെ. ഇപ്പൊ സെന്ററിന് കുറെ പവർ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും കുറെ പവറുകൾ ഉണ്ട്. ഇറ്റ് ടീച്ചേഴ്സ് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അതർ ഒഫീഷ്യൽസ്, അല്ലെ. മിനിസ്റ്റേഴ്സിന്റെ പവർ എന്തൊക്കെയാണ്, പ്രൈം മിനിസ്റ്റർ എങ്ങനെ ഇലക്ട് ചെയ്യുന്നത്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ഗവൺമെന്റ് ഫോളോസ് ദ സോഷ്യൽ ഫിലോസഫി ഓഫ് ഇൻഡിവിജ്വലിസം. അതുപോലെ തന്നെ ഗവൺമെന്റ് എങ്ങനെയാണ് ഇൻഡിവിജ്വലിസം, അതായത് ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഗവൺമെന്റ് ഭരിക്കുന്നത്. ദേ ആർ പ്രാക്ടീസിങ് ഡെമോക്രസി, യു നോ ദാറ്റ് ഇറ്റ് ഫോളോസ് ദ സോഷ്യൽ ഫിലോസഫി ഓഫ് സോഷ്യലിസം. അതുപോലെ തന്നെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നായിട്ട് കാണാം, ഇക്വാലിറ്റിയാണ് സോഷ്യലിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Then education and politics. If the countries under the rule of communism, ഇപ്പൊ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് കൺട്രീസിന്, ഇപ്പൊ നമ്മുടെ ചൈന, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, അതൊക്കെ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആണ്. അവരുടെ റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഡെമോക്രാറ്റിക് കൺട്രി. All resources and wealth will belong to the government. അവിടെ സ്വകാര്യ സ്വത്ത് ഉണ്ടാവില്ല, എല്ലാ സ്വത്തുക്കളും ആരുടെയാണ്, ഗവൺമെന്റിന്റെയാണ്. Owning wealth by individuals and ownership of huge properties are banned. അതുപോലെ തന്നെ ഒരിക്കലും സ്വത്ത് സമ്പാദിക്കാനുള്ള ഒരു റൈറ്റ് ആളുകൾക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുമില്ല. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദിസ് പോളിറ്റിക്സ്. അപ്പൊ എന്താണ് പൊളിറ്റിക്സ്, അല്ലെ, ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷന്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്. പ്രൊമോഷൻ ഓഫ് പാട്രിയോട്ടിസം, എന്താണ്, നമ്മുടെ ദേശസ്നേഹം വർദ്ധിപ്പിക്കുക. ഡെവലപ്പ് ഓഫ് വൊക്കേഷണൽ സ്കിൽസ് ഇൻ സ്റ്റുഡൻസ്, അല്ലെ, എന്തെങ്കിലും ജോലി, ട്രെയിനിങ്, VHSC പോലെയുള്ള കോഴ്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ്. വൊക്കേഷണലൈസിങ് എഡ്യൂക്കേഷൻ, പഠനത്തോടൊപ്പം ജോലി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പഠിക്കുക. മേക്കിംഗ് മാനുവൽ ലേബർ കമ്പൽസറി, വെറുതെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കലല്ല, മാനുവൽ ലേബറും കൂടെ ഇതിന്റെ ഒരു പാർട്ടാണ്. കൾട്ടിവേറ്റിംഗ് ക്വാളിറ്റീസ് ലൈക്ക് ഒബീഡിയൻസ്, കറേജ് ആൻഡ് ഡിസിപ്ലിൻ, അല്ലെ, ഇതൊക്കെ എഡ്യൂക്കേഷന്റെ ഒരു എന്താണ്, മുഖമുദ്രയാണ്.
ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ്റ്ററി. ഈ ഹിസ്റ്ററി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ പാസ്റ്റ്. ഹിസ്റ്ററി ഇല്ലാതെ ഹ്യൂമൻ ഇല്ല. ഇറ്റ് ഈസ് ദ നറേഷൻ ഓഫ് ഇവന്റ്സ് ദാറ്റ് ഹവ് ഹാപ്പൻഡ് എമംഗ് മാൻകൈൻഡ്. അല്ലെ, മനുഷ്യന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മീൻസ് മനുഷ്യന്റെ ഇതുവരെയുള്ള ആ ഒരു ജനറേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഹിസ്റ്ററി. ദ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് when the history is applied in education. The history പറഞ്ഞ എഡ്യൂക്കേഷനും ഹിസ്റ്ററി ഉണ്ട്. പണ്ടത്തെ രീതിയിലല്ല ഇന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. നോളജ്, വാല്യൂസ്, സ്കിൽസ് ആർ പാസ്ഡ് ടു ദ ന്യൂ ജനറേഷൻ. പണ്ടത്തെ ആളുകളുടെ വാല്യൂസും അതുപോലെ തന്നെ അവരുടെ നോളജും ഒക്കെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. ദാറ്റ് ഇസ് ഹിസ്റ്ററി or that is education. History of education helps us understand how past events shaped the present educational systems. ഗുരുകുല വിദ്യാഭ്യാസം, അത് കഴിഞ്ഞിട്ട് കോൺവെന്റ് എഡ്യൂക്കേഷൻ, അല്ലെ, പ്രസന്റ് DPEP, അങ്ങനത്തെ കുറെ പാർട്ടിസിപ്പേറ്ററി എഡ്യൂക്കേഷൻ. പണ്ടത്തെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെയാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ ഷേപ്പ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. It has enabled us to appreciate the importance of education to mankind since time immemorial. അതുപോലെ തന്നെ പണ്ട് മുതലേ അല്ലെ, ഇമ്മemorial, പണ്ട് മുതലേ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ കൾച്ചർ, അത് അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെപ്പറ്റി അക്നോളജ് ചെയ്യാൻ പറ്റുള്ളൂ. It enables us to critically examine the important role that education plays in the transformation of society. അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളുടെ സൊസൈറ്റീനെ പറ്റിയിട്ടൊക്കെ അറിയുമ്പോൾ ഇന്നത്തെ സൊസൈറ്റിയിലേക്കുള്ള മാറ്റം, അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ്, അല്ലെ. അപ്പൊ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി മച്ച് അണ്ടർസ്റ്റുഡ്. It enables us to critically examine the importance and role of education that education plays in the transformation of the society. It prepares teachers to examine present trends and dynamics in education. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ്സ്, അല്ലെ, ടെക്നോളജി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഏജ് ആണത്. അപ്പൊ ഇത് എങ്ങനെ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരാം? Okay, it's a part of the history. And it throws light on the achievement of the educational systems of the past and the purposes they serve, as well as their shortcomings. അതുപോലെ തന്നെ പണ്ടെന്തൊക്കെയായിരുന്നു, പണ്ട് ഗുരുകുല വിദ്യാഭ്യാസം ഫോർ എക്സാമ്പിൾ, അപ്പൊ അത് ഗുരുവിന്റെ വീട്ടിൽ ജീവിച്ച് പഠിക്കലായിരുന്നു. പക്ഷെ അത് ഹൈകാസ്റ്റിന് മാത്രമാണ് പറ്റിയിരുന്നുള്ളൂ, എല്ലാവർക്കും അത് ഇറ്റ് വോണ്ട് ബി പോസിബിൾ. അപ്പൊ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്തിട്ടാണ് ബാക്കി വരുന്ന എഡ്യൂക്കേഷണൽ സിസ്റ്റംസ്. ഓരോ എഡ്യൂക്കേഷണൽ സിസ്റ്റവും അതിന്റെ മുമ്പത്തെ ഇതിൽ നിന്നും കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്, അല്ലെ. എല്ലാ ഷോർട്ട് കമ്മിങ്സും ഇല്ലാതെയാക്കി പുതിയ ഒരു നൂതന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓക്കെ, പ്ലീസ് ആസ്ക് മീ. ഓക്കെ, താങ്ക് യു.